ചമ്പക്കുളം വള്ളംകളി ഇന്നാണ്. പമ്പയാറ്റിൽ നടക്കും. 6 ചുണ്ടൻ വള്ളങ്ങളടക്കം നിരവധി ചെറുവള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് പമ്പയാറ്റിൽ മത്സര വള്ളംകളി നടക്കുക. ഇപ്പോൾ ഷാജഹാൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ് ഷാജഹാൻ. എപ്പോഴാണ് ചമ്പക്കുളത്തേക്ക് പോകുന്നത്? എനിക്ക് ചമ്പക്കുളം വള്ളംകളി മിസ്സായി. ഇന്നലെ സുനിലും ഒക്കെ ആയിട്ട് ഈ വള്ളംകളിയുടെ ഒരു ആവേശ കാഴ്ച, ഒരു തുടക്കമാണല്ലോ ഇത്. ഇനി അങ്ങോട്ട് വള്ളംകളിയുടെ ഒരു കാലമാണ് കുട്ടനാട്ടിൽ. നെഹ്റു ട്രോഫി വരുന്നു, മറ്റു വള്ളംകളികളൊക്കെ ഉണ്ട്. അത് ഓണം വരെ അങ്ങനെ തുടരും. ഇന്നലെയൊക്കെ അതിൻ്റെ സ്റ്റോറികളൊക്കെ കണ്ടിരുന്നു. എപ്പോഴാണ് ചമ്പക്കുളത്തേക്ക് പോവുക? അതോ കരക്കിരുന്നാണോ റിപ്പോർട്ടിങ്? ശരത്തെ നമ്മൾ ഉച്ചയോടുകൂടിയായിരിക്കും നമ്മൾ ചമ്പക്കുളത്തേക്ക് പോവുക. കാരണം ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ പതാക ഉയർത്തുന്നത്. അതിനുശേഷം നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 6 ചുണ്ടൻ വള്ളങ്ങളടക്കം ചെറുവള്ളങ്ങളുമടക്കം നിരവധി വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, കാര്യം കുട്ടനാട്ടുകാർക്ക് ഇനി ഭയങ്കര ആവേശമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വള്ളംകളി തുടങ്ങിക്കഴിഞ്ഞാൽ അവരിപ്പോൾ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ചില ചുണ്ടൻ വള്ളങ്ങളൊക്കെ ഏതാണ്ട് 1 മാസത്തോളമായിട്ട് പരിശീലനം നടത്തി വരികയാണ്. അവരൊക്കെ തന്നെ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു കരയുടെ ആവേശമായിട്ട് ഓരോ വള്ളങ്ങളും ഇന്ന് ചമ്പക്കുളത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്, പമ്പയാറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ വള്ളങ്ങളെല്ലാം തന്നെ പമ്പയാറ്റിലേക്ക് എത്തും. നമ്മളെല്ലാം തന്നെ ഒരു 10 മണിയോടുകൂടി തന്നെ നമ്മൾ പമ്പയാറ്റിലെത്തും. പിന്നെ അവിടെ നമുക്ക് കാണാൻ പോകുന്ന പൂരം, നമുക്കറിയാം തൃശ്ശൂർ പൂരത്തെ വെല്ലുന്ന തരത്തിലുള്ള ജനങ്ങളുടെ ഒരു പങ്കാളിത്തവും ജനങ്ങളുടെ ഒരു ആർപ്പ് വിളികളും അവരുടെ ഒരു ആരവവും ഇതിനിടയ്ക്ക് അവരുടെ ഒരു ആവേശവും, അത് പലതരത്തിലുള്ള ആവേശങ്ങൾ നമ്മൾ ഈ വള്ളംകളിയോടനുബന്ധിച്ച് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു നല്ലൊരു ആവേശം നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, ഇന്നലെ രാത്രി നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു ആലപ്പുഴയിൽ. പക്ഷേ ഇന്നിപ്പോൾ തോർച്ചയുണ്ട്, നേരിയ തോതിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെ വള്ളംകളിക്ക് ആവേശം പകരും. പക്ഷേ എങ്കിലും ചെറിയ മഴ നമുക്കറിയാം എല്ലാ തവണയും വള്ളംകളിക്ക് ഒരു ആവേശമാണ്. അത് വള്ളം കഴിയുന്നവർക്കും ആവേശമാണ്, വള്ളംകളി കാണാനെത്തുന്നവർക്കും ആവേശമാണ്. പൂർണ്ണമായിട്ടും മഴ നടന്നുകൊണ്ട് അതെ മഴ അതെ വെള്ളമില്ലാത്ത എന്ത് വള്ളംകളി എന്നാണ് പൊതുവേ കുട്ടനാട്ടുകാർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയുണ്ടാവും, താഴത്ത് വെള്ളമുണ്ടാവും. മൊത്തത്തിലൊരു വെള്ളത്തിൻ്റെ കളിയാണല്ലോ വള്ളംകളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ ഒരു മത്സരമായിരിക്കും. നമുക്കറിയാം PBC എന്ന് പറയുന്ന കുട്ടനാട്ടിലെ വളരെ പ്രമുഖമായിട്ടുള്ളൊരു ക്ലബ്ബുണ്ട്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അവർ നെഹ്റു ട്രോഫിയിൽ ഹാട്രിക് അടിച്ചു, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഹാട്രിക് അടിച്ചു. ഇത്തവണ ഹാട്രിക്കിന് വേണ്ടിയിട്ട് അവർ മൂലം വള്ളംകളി രാജപ്രമുഖൻ ട്രോഫി കരസ്ഥമാക്കുന്നതിനെത്തുന്നു. അതോടൊപ്പം തന്നെ കാരിച്ചാലുണ്ട്. നമുക്കറിയാം പരമ്പരാഗത വൈരികളായിട്ടുള്ള UBC കൈനകരിയുണ്ട്. ഇത്തരത്തിൽ പ്രമുഖ ടീമുകളെല്ലാവരും തന്നെ ഇത്തവണ ജീസസ് ടീമുണ്ട്. ജീസസ് കുറച്ചു കാലമായിട്ട് മാറി നിൽക്കുകയായിരുന്നു. അവരിത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രമുഖമായിട്ടുള്ള ക്ലബ്ബുകളെല്ലാവരും തന്നെ, കുമരകം ബോട്ട് ക്ലബ്ബുണ്ട്. എല്ലാ ക്ലബ്ബുകളും ഇത്തവണ വള്ളംകളിക്കായിട്ട് എത്തുന്നുണ്ട്. നമുക്കറിയാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു ട്രോഫിയുടെ ഒരു മുന്നൊരുക്കമാണ്. ഇതിന് ശേഷമാണല്ലോ നമുക്കറിയാം നെഹ്റു ട്രോഫി മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് 2 ശനിയാഴ്ച. അതിൻ്റെ ഒരു ഇത്തരത്തിൽ വള്ളംകളികളുടെ തുടക്കം കുറിച്ചുകൊണ്ടിട്ടുള്ള കഴിഞ്ഞ നെഹ്റു ട്രോഫിക്ക് മുമ്പ് നമ്മൾ അതിൻ്റെ പ്രാക്ടീസ് ഡേയുടെ ലാസ്റ്റ് ദിവസം, അവസാന ദിവസം നമ്മൾ വന്ന് അവിടെ ഗുഡ് മോർണിംഗ് കേരളം ചെയ്തു. അന്ന് ഒരു ചുണ്ടൻവള്ളമൊക്കെ കണ്ടപ്പോൾ അതിൽ കയറി ഇപ്പോൾ അങ്ങ് കസർത്തി കളയാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച മനുവിൻ്റെ ഒരു അനുഭവം ഓർമ്മയുണ്ടോ? കാരണം സ്പീഡ് ബോട്ട് പോലും പിറകെ പോവുകയാണ്, അത്ര പായാണ് ചുണ്ടൻവള്ളം. ഇതിൻ്റെ മനു ആ വള്ളംകളി കഴിഞ്ഞ് 2 ദിവസം പനിയായിപ്പോയി. പക്ഷേ ഇനി ഇത്തവണ വള്ളംകളിക്ക് വരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ശരത്തിയേട്ടൻ വന്നോളും, ഞാൻ വരുന്നില്ല എന്നുള്ള ഒരു മുൻവിധി ഇപ്പോൾ തന്നെ മനുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞു. കാര്യം മനു എന്തായാലും ഇത്തവണ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ചുണ്ടൻ വെള്ളത്തിൽ കയറി കഴിഞ്ഞാൽ അറിയാം, പരിചയമില്ലാത്തവരാര് നിന്നാലും അവർ തുഴയുമ്പോൾ എന്തായാലും വെള്ളത്തിൽ പോകുന്ന സംശയമില്ല. അത് മനുവിനൊരു ബാലൻസ് ഇല്ലായിരുന്നു. ആലപ്പുഴയും കുട്ടനാടുമായിട്ട് ഇല്ല, മനു വരുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷേ ശരത്ത് എന്തായാലും വരുമായിരിക്കും. നമുക്ക് ഇത്തവണയും ട്രയൽ 1-2 പരിശീലനമൊക്കെ ഒന്ന് എടുത്തു കൊടുത്ത് വള്ളംകളി ഒന്ന് കൊഴുപ്പിച്ച് നെഹ്റു ട്രോഫിയുടെ ആവേശം ജനങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് എത്തിക്കണം. ഞാനിപ്പോൾ ആലോചിച്ചതാണ്, നമുക്ക് നെഹ്റു ട്രോഫിയുടെ സമയത്ത് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ ആ ഷോർട്സൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം, ഇത്തവണയും അത് നോക്കാം. അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു. വലിയ തോതിൽ പ്രേക്ഷകരും വലിയ തോതിൽ നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തെ വലിയ തോതിൽ ഇഷ്ടപ്പെട്ടതാണ് എന്നുള്ളത് കൂടിയുണ്ട്. പക്ഷേ ഷാജി പറഞ്ഞ പോലെ ഇനിയൊരു കുട്ടനാട് അങ്ങോട്ടൊരു വള്ളംകളിയുടെ കാലമാണ്. കേരളമാകെ അതിൻ്റെ ഒരു കൗതുക കാഴ്ചയുണ്ട്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ ഷാജിദ ഇന്നിപ്പോൾ ചമ്പക്കുളത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ആലപ്പുഴയാണ്, എനിക്കത് വിഷ്വൽ കണ്ടാൽ അറിയാമല്ലോ. ഇപ്പോൾ ആലപ്പുഴയാണ്. അതാണ് ഞാൻ ചോദിച്ചത്, വള്ളംകളി റിപ്പോർട്ട് ചെയ്യുന്ന കരക്കിരുന്നാണോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഷാജി ഉച്ചയ്ക്ക് ചമ്പക്കുളത്തേക്ക് പോകും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കൈരളിയുടെ പ്രേക്ഷകർക്ക് ഷാജഹാനെ ചമ്പക്കുളത്ത് വള്ളംകളി നടക്കുന്ന ആ പമ്പയാറ്റിൻ്റെ തീരത്ത് കാണാം അല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധ. നമ്മളൊരു 10 മണിയോടുകൂടി തന്നെ നമ്മൾ എല്ലാവരും തന്നെ കുട്ടനാട്ടിലേക്ക് യാത്ര തിരിക്കും. കാര്യം ഒരു 10 മണിക്ക് ശേഷം മാത്രമായിരിക്കും വള്ളങ്ങളൊക്കെ ആളുകളൊക്കെ തന്നെ എത്തിച്ചേരുക സ്ഥലത്ത്. ശരി, അപ്പോൾ ശരി. അപ്പോൾ ഒരു യാത്ര, നല്ലൊരു യാത്രയാവട്ടെ കുട്ടനാട്ടിലേക്ക്. ചമ്പക്കുളം വള്ളംകളി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷാജഹാൻ്റെ യാത്ര